ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് ഉള്ളത്. നമ്മളിന്നൊരു വെറൈറ്റി ആയിട്ട് ടെററി ഉണ്ടാക്കാൻ പോവാണ്. ആദ്യത്തെ പാഴ്റ്റിലാണ് ടെറേറിയ ഉണ്ടാക്കുന്നത്. ബാക്കി ഇവിടെ കുറേ ബോൺസായും കാര്യങ്ങളൊക്കെ ഇവിടെ അനിയൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ടെറേറിയം ഫസ്റ്റ് ടൈമാണ്. പാളി പോവില്ലേന്ന് അറിയില്ല. ഒരു ജാറും വാങ്ങിയിട്ടുണ്ട്. ബാക്കി അതിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ ഒരു ടെറേറിയം ഉണ്ടാക്കുക എന്നുള്ള രീതിയിലുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇനി അത് ഉണ്ടാക്കാനുള്ള സാധനങ്ങളും ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. ഇതാണ് നമ്മളെ വീട്ടിലുള്ള ചെടികൾ കേട്ടോ. ഏകദേശം നല്ല പഴക്കമുണ്ട്. ഇതൊക്കെ ബോൺസായി ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ അനിയന്റെ പരിപാടികളാണ്. ഒരുപാട് കളക്ഷനുണ്ട്. ഇത് മാത്രമല്ല, ഈ ബോൺസായി എന്ന് പറഞ്ഞ ഒരുപാട് കാലം നമുക്ക് പണിയെടുക്കേണ്ട ഒരു സാധനമാണ്. ഒരുപാട് വർഷമായാൽ ഇതിൻ്റെയൊക്കെ ഈ റൂട്ടൊക്കെ ഇങ്ങനെ വരുള്ളൂ. അപ്പോൾ അവൻ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പം ഇന്ന് ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു ടെറേറിയ ഉണ്ടാക്കാന്നുള്ള രീതിയിലാണ് ഇപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോണത്. ഇതാണ് ഗൈസ് അപ്പു. ബോൺസായിയുടെ ഒക്കെ തല തലയല്ല, പിതാവ്. തലയല്ല, പിതാവ്. പിതാവോ? ബോൺസായിന്റെ ഒക്കെ വർക്ക് വേണ്ടതാണ്. ഇനി നമ്മളെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഓൺലൈനിൽ മേടിച്ചതാ. അപ്പൊ ടെററിയത്തേക്ക് ആദ്യം വേണ്ട ഒരു ജാറ് നമ്മളിത് വാങ്ങിയതാണ്. ഓൺലൈനിൽ പർച്ചേസ് ചെയ്ത 9 ഇഞ്ചോ 9 ഇഞ്ചോ 6 ഇഞ്ചോ ആണ്. ബാക്കി ഇതിക്ക് ക്ലേ ബോൾസ് വാങ്ങിയിട്ടുണ്ട്. ഇതിന്റെ സോയില്, ഇത് പിന്നെ ഒരു വൈറ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ 2-3 റോക്സ്, ഇത് നമ്മളെ മതിൽമെന്ന് പറിച്ച മോസ്, ഒരു മരത്തിലെ കഷ്ണം, പിന്നെ ആ ബോൺസായിന്റെ ഒരു ചെറിയ ചെടി. ബാക്കി നമ്മളൊരു ചെടിയും കൂടി ഉണ്ടായിരുന്നല്ലോ, ബാക്കി ഒരു ചെടിയും കൂടി വരാണ്ട്. അപ്പോൾ ആദ്യം നമ്മള് അതിൽ നെറ്റ് ഇടണ്ടേ? നെറ്റ് ക്ലേ ബോൾസ് ഇട്ടിട്ടാണ് ആ വേസ്റ്റ് അടിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടുന്നത്. അതിവിടെ വെക്കേ. ഇവിടെ നെറ്റ് എവിടെ? നെറ്റ് കാണിച്ചോ? ചെടി ഇതാണ്. ഇതാണോ ഈ മാസം ചെടിയിൽ വെക്കാനുള്ളതാണ്. ഈ മാസമാണോ? ആദ്യം നമ്മൾ ക്ലേ ബോൾസ് ഇട്ട് കൊടുക്കുക. ഇനി ഞങ്ങള് കേട്ടോ, ഇനി നെറ്റ് വെച്ച് കഴിഞ്ഞു. നമ്മൾ ചാർക്കോള്, ഇത് നമ്മൾ ബാഡ് സ്മെല്ല്, വാട്ടറിന്റെ ബാഡ് സ്മെല്ലും ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ കാര്യമായിട്ട് ചാർക്കോൾ ഇടുന്നത്. ഈ അടുത്തത് സോയിലാണ് ഉള്ളത്. സോയിൽ നമ്മൾ വാങ്ങിയിട്ടുള്ളതാണ്. എന്താവും അറിയില്ല, അത് മിക്കവാറും പാളുണ്ടാവും. പക്ഷെ എന്നാലും ഉണ്ടാക്കി നോക്കാന്നുള്ളൂ. സോയിലാണിത്. സോയിലുമ്പോഴാണ് നമ്മളിത് ഷേപ്പ് അതിന് വേണ്ട, നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ തുറക്കുള്ളൂ. അപ്പൊ അതിന് വേണ്ട വളങ്ങളും അതിന് വേണ്ട എക്കോസിസ്റ്റം ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുക. ഇത് നമ്മൾ ഇങ്ങനെ തന്നെ വാങ്ങുന്നതാണ്. അപ്പൊ ഇത് നമുക്ക് ഏത് രീതിയിലാണോ വേണ്ടത് ആ രീതിയിലാക്കിയിട്ട് ഒരു ലാൻഡ്സ്കേപ്പ് രീതിയിലാണ് നമ്മളൊന്ന് വെള്ളം നനച്ചു കൊടുക്കുക. എന്നാലും ഇതൊന്ന് സെറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഇനിയാണ് മെയിൻ പാർട്ട്, ഡിസൈനിങ്. ഇത് നമ്മൾ വേറൊരു ഉണങ്ങിയ മരത്തുമൊന്നും ഉണ്ടാക്കിയ സംഭവമാണ്. നമ്മൾ ഉണങ്ങിയൊരു മരത്തിന്റെ കൊണ്ട് വന്ന് വെച്ച സംഭവമാണ്. ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ പിന്നെ പക്ഷെ അത് കുഴപ്പമില്ലാത്തൊരു സാധനമാണ്. അടുത്തതായിട്ട് മോസസ് വെക്കണം. മോസസ് വെക്കുന്നതിന് മുന്നേ വേണമെങ്കിൽ 2 കല്ല് വെച്ച് കൊടുക്കാം. നമ്മളെ ബോൺസായിന്റെ കയ്യിൽ നിന്ന് തന്നെ എടുത്താട്ടോ, നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ. നമുക്ക് ഇതിന്റെ ബാക്കിലായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യണം. അതങ്ങനെ അവിടെ സെറ്റായി. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ചെടികളാണ്. ഇതൊക്കെ വെക്കാൻ ഒരു പ്ലക്കർ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നമ്മളടുത്തില്ല. നമ്മൾ തുടക്കം കൊണ്ടത് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇത് വിജയിച്ച നമ്മള് നല്ല രീതിയിൽ വിജയിച്ചാന്നല്ല, അത് പഠിച്ചടുത്ത റൗണ്ട് സാധനങ്ങൾ ഉണ്ടാക്കും. ഇത് വേണോ? മറ്റേ സ്കീഡിങ് പ്ലക്കർ ഇല്ലാത്തോണ്ടാണ് കൈ എത്തണില്ല.
കൈ എത്തുന്ന ചെറിയ കൈ ഞങ്ങൾ വാടകയ്ക്ക് എടുത്താണ്. ഇനി അകത്തതൊന്നും ബാക്ക് സൈഡ് പോയിട്ട് ഇഷ്ടമായി. ഉള്ള പാക്കറ്റ് എന്താ? ഏത്? ഓ ആക്ടിങ് ആക്ടിങ് ഇതിടാൻ മറന്നുപോയി. ഇത് ഇവിടെ ഇങ്ങനെ സെന്ററിൽ വരേണ്ട സാധനമായിരുന്നു. സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ ഡെക്കറേറ്റീവ് ഐറ്റം ആയിട്ട് ഇടാൻ മറന്നുപോയി. സംഭവം നല്ല രസം ഉണ്ടാവുമായിരുന്നു. അടുത്ത ടെററിയത്തിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതെ. ഏകദേശം നമ്മളെ ടെററിയത്തിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം അല്ല കഴിഞ്ഞു. ഏകദേശം ഇപ്പോ നമ്മളെ ടെററിയത്തിന്റെ പണി ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതൊരാഴ്ചയിൽ ഒരിക്കലൊക്കെ എടുത്തിട്ട് ഇടയ്ക്കൊന്ന് വെള്ളം സ്പ്രേ ചെയ്യാം. പിന്നെ അതിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇതിന്റെ വളർച്ചയും കാര്യങ്ങളും എങ്ങനെ ഉണ്ട് എന്നുള്ള അപ്ഡേഷനൊക്കെ നമ്മൾ വഴിയെ ഇൻസ്റ്റയിലും മറ്റേലൊക്കെ ആയിട്ട് തരുന്നുണ്ട്. ഇനിയിപ്പോ ഇതിന്റെ ക്ലീനിങ് ആണ്. ഗ്ലാസ് ഒന്ന് ക്ലീൻ ചെയ്യുക. കുറെ വെള്ളമൊക്കെ അടിച്ചിട്ട് അതുകൊണ്ട് ഗ്ലാസ് ഒന്ന് ക്ലീൻ ചെയ്യാന്നുള്ള. അപ്പൊ നമുക്ക് കറക്റ്റ് ഉള്ളിലേക്ക് കാണാം. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട്. ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. കേട്ടിട്ടില്ല. അതും കൂടി കഴിഞ്ഞാൽ ഏകദേശം ടെററിയം നല്ല രസമായിട്ടുണ്ട് കാണാന്. നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ നല്ല ഭംഗിയായിട്ടുണ്ട്. നല്ല സൂം ചെയ്തിട്ട്. അപ്പോൾ അത്രയ്ക്കുള്ള ചെറിയൊരു വീഡിയോ ആയിരുന്നു. നമ്മളിന്നൊരു ടെറേറിയം ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കിയിരുന്നു. അത് എന്താവും എന്നുള്ളത് ഇനി കണ്ടറിയണം. ഇപ്പൊ ഏകദേശം ഉണ്ടാക്കിയതിൽ നല്ല ഭംഗിയുണ്ട് ഉണ്ടാക്കിയിട്ട്. ഇത് വിജയിക്കുകയാണെങ്കിൽ നമ്മൾ മുന്നോട്ട് നമ്മളെ മണല് സാൻഡ് ഇടാൻ മറന്നു. അത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാതും ഓക്കെയാണ്. ഇനിയിപ്പോ ഇത് വിജയിക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത നല്ല നല്ല ടെററി ആയിട്ട് വീണ്ടും വരും. കൂടാതെ വേറെ നല്ല വീഡിയോസ് ആയിട്ടും വീണ്ടും കാണാം. ബൈ. കൊണ്ടു വെൽഡൺ ആദിത്യ. എന്ത് പറഞ്ഞു? ഞാനും കൂടി തൊട്ടില്ലേ ഇതില്? ഇല്ലേ? തൊട്ടുണ്ട്. എന്റെ കയ്യും കൂടി ഇതിൽ പതിഞ്ഞില്ലേ? ആ ഫിംഗർ പ്രിന്റ് കാണാം. ആ ഗ്ലാസ്സുള്ള കുറച്ച് ഫിംഗർ പ്രിന്റ് ഉണ്ട്. കഷ്ടപ്പെടുന്നില്ല. കണ്ടോളൂ. ഇനി ആ റൂം മൊത്തം ഒരു ഭാഗം ടെററി ആക്കിയാലോ എന്ന് വിചാരിക്കുന്നു. ഒരു ഭാഗത്ത് ഞാൻ കിടക്കുന്നുണ്ട്. ആ സ്ഥലം ഒന്ന് വെക്കണേ. ടോയ്ലറ്റ് എടുത്ത് ടെററി ആക്കി. ചെടി നനയ്ക്കാൻ പറ്റാത്ത ടീം കാണിച്ചു തരാം അല്ലേ?